நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുത്തോൾ നോക്കത്തിലെ അവസാനത്തെ 3 പാട്ടുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കാമൻ്റെ മേനിയും കാലൻ്റെ ജീവനും കതിരോൻ്റെ ദന്തവും സോമൻ്റെ കലകളും ദക്ഷൻ്റെ യക്ഷൻ്റെ ശീർഷവും ഛേദിച്ച് തൂമ നൽകിയിടിന തേവരെ വാഴ്ത്തി നാം നോക്കി പാടാം. നമുക്ക് ശിവകീർത്തനങ്ങൾ പാടാം. ശിവൻ്റെ ആ സംഹാരരുദ്രനായ ശിവൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട്, ആ മഹാസംഹാര ശക്തിയെക്കുറിച്ചിട്ട് നമുക്ക് പാടാമെന്ന് പറയണം. അപ്പോൾ ഈ പാടലിൽ ശിവഭഗവാന്റെ സംഹാര ശക്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ശിവൻ സൃഷ്ടി ചെയ്യുന്നത് പോലെ തന്നെ സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ സംഹാരരുദ്രനും കൂടിയാണ്. സംഹരിക്കേണ്ട സമയത്ത് സംഹരിക്കാനും ശിവൻ തയ്യാറാകുന്നു. എവിടെയൊക്കെ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്നുവോ, എവിടെയൊക്കെ തിന്മകൾ നിറഞ്ഞു വളരുന്നുവോ, അവിടെയെല്ലാം ശിവൻ്റെ ആ 3-ാം കണ്ണിലെ അഗ്നി എല്ലാത്തിനെയും, എല്ലാ തിന്മകളെയും, എല്ലാ പാപങ്ങളെയും, എല്ലാ ദുഷ്ടതകളെയും പരിപൂർണമായി നശിപ്പിക്കും എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അതിന് ശിവഭഗവാന്റെ ജീവിതത്തിലെ ചില സംഹാര മുഹൂർത്തങ്ങളെ ഇവിടെ ചിത്രീകരിക്കണം. കാമൻ്റെ മേനിയെ നശിപ്പിച്ചു. കാമനെ ദഹിപ്പിച്ചവനാണ് ശിവൻ. അപ്പോൾ കാമനെ ദഹിപ്പിച്ച ശിവൻ. പിന്നെ കാലൻ്റെ ജീവൻ എടുത്തവനാണ് ശിവൻ. മാർക്കണ്ഡേയ ചരിതം നമുക്കറിയാം. മാർക്കണ്ഡേയന് വേണ്ടിയിട്ട് കാലനെ ഇല്ലാതാക്കിയ, കാലനെ നശിപ്പിച്ച കാലനാണ് കാലാരിയായ ശിവൻ. പിന്നെയോ കതിരോൻ്റെ ദന്തം, സൂര്യഭഗവാന്റെ ദന്തം, അഹങ്കരിച്ച സൂര്യഭഗവാന്റെ ദന്തത്തെ ഇല്ലാതാക്കിയവനാണ്. പിന്നെ ചന്ദ്രൻ്റെ കലകളെ ഇല്ലാതാക്കിയവനാണ് ശിവഭഗവാൻ. അപ്പോൾ ശിവൻ്റെ കലകളെ ഇല്ലാതാക്കിയവനും ഭഗവാൻ ശിവൻ തന്നെയാണ്. പിന്നെ ദക്ഷൻ്റെ ശിരസറുത്തവനാണ് ശിവഭഗവാൻ. യക്ഷൻ്റെ ശീർഷവും അറുത്ത് കളയുണ്ടായി. അങ്ങനെ എല്ലാ തിന്മകളുടെയും, എല്ലാ അഹങ്കാരങ്ങളെയും, എല്ലാ ഞാനെന്ന ഭാവത്തിൻ്റെയും തലയറുക്കുന്നവനാണ് ശിവൻ. അതായത് ഇവിടെയൊക്കെ ഈ ദക്ഷനും അതുപോലെ കാമനും കാലനും കതിരോനും സോമനും എല്ലാം തന്നെ ആരാണ്? നമ്മുടെ തന്നെ മനസ്സുകളാണ്. മനസ്സിലെ അനേകം ഭാവങ്ങളാണ്. ഇതൊക്കെ പ്രതീകാത്മകമായ ഭാവങ്ങളാണ്. കാമൻ്റെ മേനി, നമ്മുടെ മനസ്സിലെ കാമനകൾ, അനേകം കാമനകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, കാമവികാരങ്ങളുണ്ട്. ഈ കാമവികാരങ്ങളെ മുഴുവനും കാമാരിയായ ശിവന് നശിപ്പിക്കാൻ പറ്റും. പിന്നെ കാലൻ്റെ ജീവനെടുത്തവനും ശിവനാണ്. അപ്പോൾ കാലൻ്റെ മരണത്തെ പോലും ജയിക്കാൻ കഴിയും. അതായത് മൃത്യുഞ്ജയനാണ് ശിവൻ. മൃത്യുവിനെ ജയിക്കാൻ കഴിയുന്നവനാണ് ശിവൻ. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ജീവനായി നിലകൊള്ളുന്ന, ഹൃദയത്തിൻ്റെ ഹൃദയമായി നിലകൊള്ളുന്ന ശിവൻ നമ്മുടെ മരണത്തെയും നമ്മുടെ മൃത്യുവിനെയും ഇല്ലാതാക്കുന്നു. പിന്നെ കതിരോൻ്റെ ദന്തം, സൂര്യൻ്റെ ദന്തത്തെ ഇല്ലാതാക്കാൻ, ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ സോമൻ്റെ കലകൾ, മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങൾ, മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ, ഇതെല്ലാം തന്നെ സോമൻ്റെ കലകളായി വികസിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിനെ തന്നെ ഇല്ലാതാക്കാൻ, മനസ്സിൻ്റെ കലകളെ തന്നെ ഇല്ലാതാക്കാൻ ശിവഭഗവാൻ കഴിഞ്ഞു. അതുപോലെ ദക്ഷൻ്റെയും യക്ഷനും എല്ലാം തന്നെ നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിലെ ദക്ഷഭാവത്തെ, യക്ഷഭാവത്തെ എല്ലാം നശിപ്പിക്കാൻ ശിവന് കഴിയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കാൻ, നമ്മുടെ പരിശുദ്ധമായ മനസ്സിൽ ശിവനെ പ്രതിഷ്ഠിക്കാൻ ശിവഭഗവാന് കഴിയുന്നു എന്നാണ് ഇവിടെ ഈ വാക്കുകളിൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം പ്രതീകാത്മകമായ തലം കൂടി
തിരുവാചകത്തിലെ ഓരോ പാടലിനുമുണ്ട്. നാം കരുതാത്ത, നാം ചിന്തിക്കാത്ത നൂറായിരം ഭാവതലങ്ങൾ ഓരോ പാടലിലും മാണിക്യവാചകർ നിബന്ധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തലമുറകളിലെ ആ ശിവ സാധകന്മാർ ഇതിലെ പുതിയ പുതിയ അർത്ഥതലങ്ങൾ, പുതിയ പുതിയ ഭാവതലങ്ങൾ കണ്ടെത്തും. എ ന്യൂ അപ്രോച്ച് ടു തിരുവാചകം എന്ന് പറഞ്ഞിട്ട് രത്നം ഇങ്ങനെയുള്ള കുറേ പ്രതീകങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓരോ തലമുറയും പുതിയ പുതിയ ഭാവതലങ്ങൾ തിരുവാചകത്തിൽ കണ്ടെത്തുന്നു. പിന്നെ ഏഴയാം ദാസൻ ഞാൻ, എത്രയോ കാലമായി പാഴ്നിലം തേവുന്നോൻ, പരനെ പണിയാത്തോൻ, പ്രളയത്തിൽ മുങ്ങാത്ത നന്മണി വന്നെൻ്റെ പിറവി ഇല്ലാതാക്കുന്ന ശിവഭഗവാനെ നോക്കി പാടാം. ഏഴയാം ദാസനാണ് ഞാൻ. ദാസരിൽ വച്ച് ദാസനായ ഏഴയായ ഞാൻ എത്രയോ കാലമായി പാഴ്നിലം തേവിക്കൊണ്ടിരിക്കുന്നു. പാഴ്നിലം, വെള്ളമില്ലാത്ത, സ്നേഹമില്ലാത്ത പാഴ്നിലം, ഉണങ്ങി വരണ്ട ഈ പാഴ്നിലത്തിൽ ഞാൻ പാടുപെട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും എൻ്റെ മനസ്സ് ഇപ്പോഴും വിശുദ്ധമായിട്ടില്ല. പരനെ പണിയാത്തോൻ, ശിവഭഗവാനോട് വേണ്ടത്ര ഭക്തിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രളയത്തിൽ മുങ്ങാത്ത നന്മണി വന്നെൻ്റെ പിറവിയെ ഇല്ലാതാക്കി. എന്നിട്ട് കൂടി, അതായത് സാധാരണക്കാരിൽ വച്ച് സാധാരണക്കാരനായ, പാഴ്നിലം തേവുന്നവനായ നിസാരക്കാരനായ ഞാൻ, പരനെ പണിയാത്തവൻ, ശിവപൂജ ചെയ്യാത്ത ഞാൻ, അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്കാണ് ഒരിക്കലും നാശമില്ലാത്ത, പ്രളയത്തിൽ മുങ്ങാത്ത നന്മണിയായ ഭഗവാൻ ശിവൻ വന്ന് എൻ്റെ പിറവിയുടെ ആ ചരടറുത്തു. അങ്ങനെ എൻ്റെ പിറവി ദുഃഖത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എനിക്ക് സാക്ഷാൽ ശിവസായുജ്യം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ മാണിക്യവാചകർ തൻ്റെ ജീവിതത്തിലെ ഒരനുഭവത്തെ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തുകയാണ്. അതായത് താൻ അത്രയൊന്നും വലിയ ശിവഭക്തനായിരുന്നില്ല, അത്രയൊന്നും ശിവസാധന ചെയ്തിട്ടുമില്ല. എന്നിട്ടുകൂടി ഭഗവാൻ ശിവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പിറവി ദുഃഖത്തിൻ്റെ വേരറുക്കുകയും എനിക്ക് ശിവസാക്ഷാത്കാരം നൽകി, എനിക്ക് ശിവസായുജ്യം നൽകുകയും ചെയ്ത ആ മഹത്വത്തെ ഞാൻ എങ്ങനെയാണ് പാടിപ്പുകഴ്ത്തുക? അപ്പോൾ ഏറ്റവും നിസാരനായ എനിക്ക് പോലും ഭഗവാൻ ശിവൻ സാക്ഷാൽ ശിവസായുജ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ഇതിൽ പരം ഒരു മഹാഭാഗ്യം വേറെ എന്താണുള്ളത്? ഇത് നമ്മളോട് തന്നെ പറയുന്നതാണ്. തിരുവാചകം നമുക്ക് പഠിക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമാണ്. എത്രയോ 10,000-കണക്കിന് ആൾക്കാരുണ്ടായിട്ടും അവരൊന്നും തിരുവാചകത്തിലേക്ക് ശ്രദ്ധിക്കുന്നേയില്ല. എന്നിട്ടും വളരെ കുറച്ച് പേരായ നമ്മൾ ഈ തിരുവാചകത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ ശിവസ്നേഹം നുകരുകയാണ്. അങ്ങനെ ശിവസ്നേഹം നുകർന്നുകൊണ്ട് ശിവഭക്തിയിൽ മുഴുകി കഴിയുമ്പോൾ സാക്ഷാൽ ശിവഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ വന്ന് നമ്മുടെ പിറവി ദുഃഖത്തെ ഇല്ലാതാക്കി നമുക്ക് ശിവസാക്ഷാത്കാരം നൽകും. ഇത് വ്യക്തിപരമായ അനുഭവം കൂടിയാണ്. അതായത് ഓരോ തവണ തിരുവാചകത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കും തോറും മനസ്സ് കൂടുതൽ പവിത്രമാകുകയും ശിവനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശിവൻ നമ്മുടെ ഹൃദയവാസിയാണ്, നമ്മളെ ഒരിക്കലും വിട്ടുപിരിയുന്നില്ല. അതാണ് പ്രത്യേകത. നമ്മുടെ ഓരോ നിമിഷവും ശിവൻ്റെ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ശിവസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാണ്. നമ്മുടെ ഓരോ വാക്കും ശിവസ്നേഹം നിറഞ്ഞതാണ്. ഓരോ നിമിഷവും ഓരോരോ ഒരു ചെറിയ സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ശിവൻ നമ്മെ വിട്ടുപിരിയുന്നില്ല. അപ്പോൾ എന്തു പറഞ്ഞാലും, എവിടെ സഞ്ചരിച്ചാലും, എവിടെ പോയാലും, എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും എല്ലായിടത്തും ശിവൻ്റെ കരസ്പർശങ്ങൾ നമ്മളെ താലോലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ശിവൻ്റെ മഹാസ്നേഹവും മഹാസ്പർശവും
നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. ഇതാ ശിവൻ നമ്മുടെ മുമ്പിൽ വന്ന് കൈകൾ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹ വർഷം സ്വീകരിക്കാൻ നാം നമ്മുടെ ഹൃദയത്തെ പാകമാക്കുക, ഹൃദയത്തെ വിശുദ്ധമാക്കുക. ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി നിർമ്മല ഹൃദയത്തോടെ ശിവഭഗവാന്റെ കാൽക്കലിരുന്ന് ഈ തിരുവാചകം ആരാണോ കേൾക്കുന്നത് അവരെല്ലാം ധന്യരിൽ വച്ച് ധന്യരാണ്. കാരണം അവരെ ശിവഭഗവാന്റെ കരസ്പർശം എപ്പോഴും രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും രക്ഷകനാണ് ശിവഭഗവാൻ. ആ രക്ഷണത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നാം അങ്ങേയറ്റം സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റേതായ എല്ലാം ഞാനിതാ ശിവൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുഴുവനും ശിവൻ നോക്കിക്കൊള്ളും. ശിവഭഗവാന്റെ കാരുണ്യ കടാക്ഷം എന്നിൽ നിറഞ്ഞ് കവിയുന്നു. എൻ്റെ വാക്കുകളിലും എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ജീവിതത്തിലും ആകമാനം ശിവസ്പർശം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നൊരനുഭൂതി ഈ തിരുവാചകത്തിലെ ഈ മഹനീയമായ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ അനുഭൂതികളെല്ലാം നിറഞ്ഞ് കവിയുന്നു. ഉര ചെയ്യുവാനാവാത്തൊരു ഉള്ളൊളിയാകുന്നോരുത്തമൻ വന്നെൻ്റെ ഉള്ളിൽ കടക്കവേ, കരകാണാ കാമക്കടൽ കടന്നു ഞാൻ, ഇരയില്ല ഇന്ദ്രിയപ്പറ്റുകളെല്ലാം അകന്നു. നോക്കൂ, ഉര ചെയ്യാനാവാത്ത മുത്തൊളിയാണ് ഭഗവാൻ. വാക്കുകളെ കൊണ്ടൊരിക്കലും ശിവഭഗവാന്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്താൻ പറ്റില്ല. എന്നിട്ടും നിസാരമായി നമ്മൾ വാക്കുകളെ കൊണ്ട് ശിവനെ ആരാധിക്കാൻ ശ്രമിക്കുന്നു. ഒരു വാക്കിനും ഒരു ശക്തിക്കും ശിവൻ്റെ മഹത്വത്തെ കാലാകാലങ്ങളായി പുകഴ്ത്തിയാലും പുകഴ്ത്തി തീരുകയില്ല. അത്രയ്ക്ക് മഹത്വമേറിയ ശിവൻ്റെ ആ ഒളി, ആ പ്രകാശം, ഇതാ ഉത്തമനായ ശിവൻ്റെ ഉത്തമ ഒളിപ്രകാശം വന്നെൻ്റെ ഉള്ളിൽ കിടക്കവേ, എൻ്റെ ഹൃദയത്തിൽ ഇതാ ശിവ ഒളി നിറഞ്ഞിരിക്കുന്നു, ശിവപ്രകാശം നിറഞ്ഞിരിക്കുന്നു. എന്തൊരു മഹാനുഭൂതിയാണ് പറയുന്നത്. നാം ഈ വാക്കുകളിലൂടെ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശിവൻ്റെ പ്രകാശം കത്തിജ്വലിക്കുകയാണ്. ഈ ശിവപ്രകാശത്തിൽ നമ്മുടെ ജന്മദുഃഖങ്ങൾ അത്രയും, നമ്മുടെ വേദനകൾ അത്രയും, നമ്മുടെ ദുഃഖങ്ങൾ അത്രയും ഇല്ലാതായിത്തീരുന്നു. അങ്ങനെ നാം പരിപൂർണ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്മസുഖത്തിൻ്റെ ആ ശിവാനന്ദ ലഹരിയിൽ നാം എത്തിച്ചേരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കരകാണാ കാമക്കടൽ കടന്നു കഴിഞ്ഞു ഞാൻ. കാമത്തിൻ്റെ മഹാ ആഗ്രഹങ്ങളുടെ കടൽ ഞാനിതാ കടന്നു കഴിഞ്ഞിരിക്കുന്നു. കരയെത്തി, ശിവകരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ശിവസായുജ്യത്തിലേക്ക്, ആ ശിവപ്രകാശത്തിലേക്ക് ഞാൻ ലയിച്ചു ചേരുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ ഇന്ദ്രിയ പറവകളെല്ലാം പറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ മാലിന്യങ്ങളെല്ലാം തന്നെ പറന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ മഹാപ്രവാഹം മാത്രമേ ഉള്ളൂ. ശിവസ്നേഹത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഞാനിതാ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. ഇതാണ് തിരുവാചകൻ നൽകുന്ന മഹത്വം. ഇതാണ് തിരുവാചകൻ നൽകുന്ന ശിവ ഒളി. ഈ ശിവ ഒളിയിൽ എല്ലാവരും ലയിച്ച് അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ നമഃ.